Good morning. മക്കളെ നമ്മൾ എക്സസൈസ് തുടങ്ങി 2.2 പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻ നമ്പർ 1. എക്സസൈസ് നമുക്ക് സ്പീഡിൽ ചെയ്തു പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/4 ഓഫ് അതിൻ്റെ 3 ഓപ്ഷൻസ് 1/4, 3/5 ആൻഡ് 4/3. ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനകത്ത് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ചാടി പറയും മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആദ്യം ചെയ്യാൻ പോവാണ് 1/4 ഓഫ് 1/, നമ്മൾ ഫസ്റ്റ് വണ്ണിൻ്റെ എ ആ ചെയ്യുന്നത് കേട്ടോ. 1/4 ഓഫ് 1/4 ഈസ് ഈക്വൽ ടു, നിങ്ങളിങ്ങനെ എടുത്തെഴുതണേ 1/4. അപ്പോൾ എക്സാമിന് വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതാം 1/4 ഓഫ് 1/4 ഈസ് ഈക്വൽ ടു 1/4 1/4. നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് ഓഫ് ന്യൂമറേറ്റർ ഈസ് ബൈ പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റർ. 1 × 1 1, 4 × 4 16. Simple. Okay, B 1/4 of 3/5. Then I do 1/4 into 3/5. Numerator we multiply the 1 into 3 3, 4 into 5 20. അടുത്ത C ചെയ്യാം 1/4 of 4/3. അപ്പം അതേപോലെ നമ്മൾ എഴുതും 1/4 into 4/3. മക്കളെ ന്യൂമറേറ്റർ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 4 4, ഡിനോമിനേറ്റർ 4 into 3 12. പിന്നെ നമുക്ക് സിമ്പിൾ എപ്പോഴും ആൻസർ കിട്ടിയാൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ഏതെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അവിടെ LCM ഉണ്ടോ? 4ഉം 12ഉം ഉണ്ടല്ലോ, 4ന്റെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ 4 ഡിവൈഡ് ചെയ്തില്ലേ? 4 into 1 ആണ് 4. അപ്പോൾ എത്ര വരും ഇവിടെ? 4നെ വെട്ടിയാൽ 1. ഇവിടെ എത്ര വരും? 4 into 3. അതായത് 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 1/3. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്ന എഴുതായിരിക്കും നല്ലത്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ എഴുതണ്ട. പിന്നെ എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, നമുക്ക് അതിൻ്റെ ബി പാർട്ട് നോക്കിയാൽ ഏറ്റവും സിമ്പിൾ ഫോമാണ് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് 1/7 ഓഫ് 2/9. അപ്പം പറഞ്ഞ പോലെ 1/9 ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും 2/9. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ന്യൂമറേറ്റർ തമ്മിൽ 1 into 2 2, ഡിനോമിനേറ്റർ 9 into 7 63. എല്ലാവർക്കും ടേബിളൊക്കെ അറിയാലോ അല്ലേ? 9ഉം 7 5 കഴിഞ്ഞാൽ എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. പറ്റില്ല കേട്ടോ, എല്ലാവരും പഠിക്കണം. കാരണം നമ്മൾ കയ്യാലൊക്കെ എണ്ണിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ സമയം പോകും നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ. ഈ വെക്കേഷൻ ടൈമിൽ എടുക്കായിരുന്നു എല്ലാവർക്കും അല്ലേ? 6/5. ഓക്കെ, ഓഫ് വരുവാണെങ്കിൽ 1/7 into 6/5. 1 into 6 എത്രയാ മക്കളെ? 6. 7 into 5 35. ഓക്കെ, അടുത്തത് C 1/7 ഓഫ് 3/10. ഓക്കെ, അതിന് മുമ്പ് 6ഉം 35 മൾട്ടിപ്പിൾസ് ആണല്ലോ. എത്രയുടെ മൾട്ടിപ്പിൾസാ? ഇല്ല 3യുടെ മൾട്ടിപ്പിൾസ് അല്ല. ഇല്ല പറ്റില്ല. ഓക്കെ, ഇവിടെ ഓഫ് എന്ന് പറയുമ്പോൾ 1/7 into 3/10. 1 into 3 3, 7 into 10 70. കണ്ടോ, ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ന്യൂമറേറ്ററും ഈ ഓഫ് എന്ന് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ച് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യിക്കുന്നത്. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന എളുപ്പം മക്കളെ. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എനിക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഒരെണ്ണം ചെയ്ത് നോക്കിയാൽ ബാക്കി എല്ലാം നിങ്ങൾ തന്നെ ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് തന്നെ നോക്കണം. വായിച്ച് പഠിക്കല്ലേ, കേട്ട് പഠിക്കല്ലേ, ചെയ്ത് നോക്കുക. ഓക്കെ മക്കളെ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. താങ്ക് യു.